Hello guys, so welcome back to another video guys. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു PC build. Definitely നമ്മൾ എല്ലാ ദിവസവും PC build ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു ക്ലീഷേ വീഡിയോ മാറ്റിയിട്ട് വ്ലോഗ് സ്റ്റൈലിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്പെക്ക് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ PC എടുക്കുന്നത്, പിന്നെ കുറേ അപ്ഡേറ്റ്സ് ഇതാ ബാക്കിലെ കണ്ടില്ലേ, കുറച്ചധികം ലൈറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലുണ്ട്, നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് and you're watching geekboz TV. Let me know, I'ma buy another round. Get low, drop it down to the ground. Oh yeah, wow, shorty make it bounce. Mama see the put cuffs on my cardiac. Took my breath away like a heart attack. And I'ma spend every dime and my money back. Everybody wanna know. If you're ready, let me know. Let's go. If you're ready, let me know. Let me know. If you're ready, let me know. Here we go. Let's go. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ ഓഫീസ് സെറ്റപ്പ് കുറച്ചധികം വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഫ്രണ്ട് ലൈനും ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പുതിയ ഷൂട്ട് വീഡിയോ അവിടെ നടക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് കൺസൾട്ടേഷൻ ഏരിയയിൽ ദെൻ എഗെയിൻ സനു ഇവിടെ ഉണ്ട്. ആഷിക് ഇതാ അവിടെ നിന്ന് PC പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പം അപ്പോൾ PC എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ വീഡിയോ ഷൂട്ട് ഇന്ന് അവിടെ നടക്കണേ. അപ്പോൾ അതിനു മുമ്പ് റോഷ, ഇത് നമ്മുടെ BDM. അപ്പം റോഷൻ, അപ്പോൾ റോഷ എങ്ങനെയുണ്ട് ഇന്ന്? നമുക്ക് എന്താണ് ഗീക്ക് ബോസ് ഇന്നത്തെ വെറൈറ്റി വല്ലോ PC അങ്ങനെ വല്ലോ? ഓ 1490. ഓക്കെ, ഓക്കെ. ഏതാണ്? വൈറ്റും ബ്ലാക്കും ഉണ്ടല്ലേ? ബ്ലാക്ക് ഉണ്ട്. ഓ ശരി. പുതിയ ക്യാബിനറ്റ്, അതെ, നമുക്ക് ഫാൻറ്റം ക്യാബിനറ്റ് എന്താ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫാൻറ്റം അത് നമ്മൾ അന്ന് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അല്ലേ? അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വൈറ്റ് ക്യാബിനറ്റ് വെച്ചിട്ട് ഒരു കിഡിലൻ 1490 ബിൽഡ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് 1490 ബിൽഡ് നമ്മുടെ ബിൽഡ് ഡെസ്കിലോട്ട് പോകാം. അതിനു മുമ്പ് അവിടെ ഇപ്പം അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള 1490 795 X3D ഒക്കെ വെച്ചിട്ട് ഒരു ബിൽഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ബിൽഡാണ്, ഇതല്ല സ്പെക്ക്. അപ്പോൾ എന്താണ് സ്പെക്ക് എന്നുള്ളത് കാണാനായിട്ട് നമുക്ക് നേരെ പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മെയിൻ PCയുടെ പ്രോസസ്സർ 7950 X3D ആണ്. ഈ ഒരു പ്രോസസ്സർ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഹയർ എൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡാണ്. ഗെയിം ഡെവലപ്മെൻറ്റിനാണ് മേജർലി. ഗെയിം ഡെവലപ്മെൻറ്റും നിങ്ങൾക്കറിയാലോ, അൺറിയൽ എഞ്ചിൻ, യൂണിറ്റി, അതേപോലെ പിന്നെ സ്ട്രീമിങ്ങും ഗെയിമിങ്ങും എല്ലാം ഉണ്ട്. കോൺഫിഗറേഷൻ എല്ലാത്തിനും പറ്റിയതാണ് 7950 X3D. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഇപ്പം i9-നെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ, അതായത് മൾട്ടി ടാസ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റൈസൺ ഈസ് വേ ടു ഗോ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിന് അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3D സീരീസ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് മെമ്മറി കുറച്ച് കൂടുതലാണ്. നിങ്ങൾ വാലറന്റ് പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ക്യാഷ് മെമ്മറിയുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. അത് FPS ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, അടുത്തത് മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ X670E ഗെയിമിംഗ് വൈഫൈ ആണ്. വൈറ്റ് കളർ മദർ ബോർഡാണ്. തീം ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് എടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ F ഗെയിമിംഗ് എടുക്കാം. പക്ഷേ വൈറ്റ് ആകുമ്പോൾ പ്യൂർ വൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രിക്സ് E ഗെയിമിംഗ് എന്ന് പറയുന്ന സീരീസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത്. റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആസ് യു നോ, സ്ട്രിക്സ് എന്ന് പറയുന്നത് കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോർഡാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ ചോയ്സ്, കസ്റ്റമർ ചോയ്സ് ആണ്. അതേപോലെ തന്നെ പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ബോർഡിന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇസ്തറ്റിക്ലി വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു മദർ ബോർഡാണ് സ്ട്രിക്സ് E ഗെയിമിംഗ് വൈഫൈ. അടുത്തതായിട്ട് റാം ആണ്. റാം ചോയ്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കോർസൈൻ്റെ ഡൈനാമിക് അല്ലല്ലോ, കോർസൈൻ്റെ ഡോമിനേറ്റർ പ്ലാറ്റിനം സീരീസ് ആണ്. 6000 MHz ആണ്. 64 GB ആണ് നമ്മൾ ഈ ഒരു റാം ആയിട്ട് ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത്. ബാക്കിലെ ബിൽഡിന് കുറച്ചധികം റാം ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും ബാക്കിൽ. അപ്പോൾ റാംസും SSD ഒക്കെ കുറച്ചുണ്ട്. പക്ഷേ ഈ ഒരു ബിൽഡിൽ നമ്മൾ 64 GB ആണ് ഇപ്പോൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 128 ചെയ്യാം. ഡോമിനേറ്റർ പ്ലാറ്റിനം സീരീസ് ആയതുകൊണ്ട് തന്നെ ARGBയിൽ വളരെ പക്കയായിട്ട് നിങ്ങൾക്ക് എഫക്ട്സുകൾ കസ്റ്റം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു PCയിലൂടെ പറ്റും. അടുത്ത് സ്റ്റോറേജ് ആണ്. ഈ ഒരു കസ്റ്റമർ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജിൽ ഹാർഡ് ഡിസ്ക് ആണ്. നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്താണ് എല്ലാവരും സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 2 TBയുടെ XPG S70 ബ്ലേഡ് PCI 4.0യുടെ 3 SSD, 2 TBയുടെ 3 എണ്ണം, അതായത് 6 TB SSDയും ഒരു 1 TB S70 ബ്ലേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലൈക്ക്
ആസ് യൂഷ്വൽ 7 TB ആണ് മൊത്തം ഈ ഒരു ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 7 TB ഇടാം, 8 TB ഇടാം, 10 TB ഇടാം, ഇറ്റ്സ് അപ്പോൺ യുവർ ചോയ്സ്. പക്ഷേ ഇത് നിങ്ങൾക്കറിയാം സ്ട്രിക്സ് ഈ ഗെയിമിംഗ് ആയതുകൊണ്ട് തന്നെ PCIe 4.0 കണക്റ്റേഴ്സ്, ഐ മീൻ SSD സ്ലോട്ട്സ് ഉണ്ട്. സ്ലോട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി അത് ഫില്ല് ചെയ്യാനും കൂടെ നമുക്ക് ഈ ഒരു റാംസ് SSDs യൂസ് ചെയ്യാൻ പറ്റും. ഹാർഡ് ഡിസ്ക് വേണമെന്നുള്ളവർക്ക് ഹാർഡ് ഡിസ്ക് എടുക്കാം. പക്ഷേ വി ഡസൻ റെക്കമെൻഡ്, കാരണം ഇപ്പോൾ SSDക്ക് നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എടുക്കുമ്പോൾ SSDs is a best choice. അടുത്തതായിട്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ RTX 4090 സ്ട്രിക്സ് വൈറ്റ് കാർഡാണ്. വൈറ്റ് കാർഡ് കിട്ടാൻ പാടായിരുന്നു. ഈ ഒരു ബിൽഡ് ചെയ്ത സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി വൈറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ RTXൻ്റെ 4060 Ti Inno 3D വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കാർഡാണ് കേട്ടോ. ആ കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 4060 Ti നമ്മൾ പറഞ്ഞത്. ഇത് വൈറ്റ് കളർ കാർഡാണ്. നിങ്ങൾക്ക് കണ്ടില്ലേ, ട്രിപ്പിൾ ഫാൻ എഡിഷൻ ആണ്. ഐച്ചിൽ സീരീസ് ആയതുകൊണ്ടാണ് ഇത്രയും ലുക്ക് വരുന്നത്. ഇല്ലെങ്കിൽ നോർമലി ഉള്ള കാർഡ്സ് ഒന്നും ഇത്ര ബൾക്കി ആയിരിക്കത്തില്ല. അപ്പോൾ ദിസ് ഈസ് ദ 4060 Ti. ഇത് X3 എഡിഷൻ ആണ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ഇതിൽ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ നോവൽറ്റി ഐ തിങ്ക് ഇസ്. പിന്നെ OC എഡിഷൻ ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4070 എടുക്കാം. 4070 ആണെങ്കിൽ സ്പൈഡർമാൻ എഡിഷൻ കിട്ടും. അത് ആംപെയറോ അധികം കിട്ടാൻ പാടായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇതുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ആണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഐച്ചിൽ. പിന്നെ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഡാക്ക് എടുക്കാം. അടുത്തതായിട്ട് ലിക്വിഡ് കൂളറാണ്. ലിക്വിഡ് കൂളറായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഇത് പുതിയ മോഡലാണ്, മാസ്റ്റർ ലിക്വിഡ് 360 അറ്റ്മോസ് കൂളർ മാസ്റ്ററിയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്രാക്കൻ്റെ Elite 360 RGB വേർഷനാണ്. ഇതിൽ ഡിസ്പ്ലേ ഉണ്ട്, കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഫാൻസ് പഴയതുപോലെയല്ല, ഇതെല്ലാം ARGB ഫാൻസ് ആണ്. ഇതിനെ കോർ ഫാൻസ് എന്നാണ് പറയുന്നത് കേട്ടോ, കോർ ഫാൻസ്. അപ്പോൾ ഈ ഒരു ഫാൻസ് നമ്മൾ ഇതിൽ ഒരെണ്ണം എടുത്ത് എക്സോസ്റ്റായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ക്യാബിനറ്റ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും NZXT H9 Elite ആണ് നമ്മുടെ ക്യാബിനറ്റ്. അപ്പോൾ ഇതിപ്പം പുതിയ ക്യാബിനറ്റാണ്, വേറൊരു വെറൈറ്റി ക്യാബിനറ്റാണ്. പേരൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തത് നമ്മുടെ ക്യാബിനറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി പറഞ്ഞതുപോലെ NZXTയുടെ H9 Elite എന്ന് പറഞ്ഞ ക്യാബിനറ്റാണ്. എലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻബിൽട്ട് 3 ARGB ഫാൻസ് വരുന്നുണ്ട്, റിംഗ് ഫാൻസ് ആണ്. നമ്മളത് 2-3 ബിൽഡുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈഗിളിൻ്റെ പോലത്തെ ക്യാബിനറ്റാണ് കേട്ടോ. ഈഗിളിൻ്റെ അന്ന് പോലത്തെ വൈറ്റ് സെയിം ക്യാബിനറ്റാണ്. അതിൽ നമ്മുടെ എന്താ പറയുക, കുറച്ചും കൂടെ ഹയർ എൻഡ് വേർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ 3 ഫാൻസ് ARGB വരുന്നുണ്ട്. അത് ഏറ്റവും ടോപ്പിൽ നമ്മൾ മൗണ്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് എന്താണെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ലിയാൻലിയുടെ യുണി ഫാൻസ് ഇൻഫിനിറ്റി എഡിഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ഫാൻ കിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ഫാൻ കിറ്റ് അധികം എക്സ്പെൻസീവാണ്. നിയർലി 6000-7000 രൂപയോളം വരുന്നുണ്ട് ആ ഫാൻസിന്. പക്ഷേ കസ്റ്റമർ പ്രിഫറൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ എസ്തെറ്റിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലൈറ്റ് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടെ ആയതുകൊണ്ട് SL യൂണി ഫാൻസ് ഇൻഫിനിറ്റി എഡിഷൻ അതിൻ്റെ 3 കിറ്റാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് ഉപയോഗിക്കുന്നത്. അപ്പം ഈ റേഡിയേറ്ററിൽ 6 ഫാൻസ് മൗണ്ട് ചെയ്യുന്നുണ്ട്. 3 ടോപ്പിലും 3 ബോട്ടം. അങ്ങനെ ഒരു പുഷ് പുൾ എന്താ പറയുക ഒരു ടെക്നിക്കിലാണ് ഈ ഒരു ലിക്വിഡ് കൂളർ നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം ഈ ഒരു ക്യാബിനറ്റിൽ നിയർലി പറയുകയാണെന്നുണ്ടെങ്കിൽ 13 ഫാൻസോളം ഈ ഒരു ക്യാബിനറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ PSU ആയിട്ട് നമ്മൾ 4090 പവർ ചെയ്യാൻ പോലും RTXൻ്റെ 4090 ആണ്. നിങ്ങൾക്കറിയാം 5.0 കേബിൾ വരുന്ന കുളമാഷിൻ്റെ 1050 പവർ വരുന്ന PSU ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. മോഡുലാറാണ്, ഗോൾഡ് സർട്ടിഫൈഡ് ആണ്, PCI കേബിൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ആ ഒരു PSU അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു PSU ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. PSU ഇതാണ്, ഇത് 1050 ഏതാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. ഇതിൽ കേബിളും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. 5.0 ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് PXൻ്റെ 1200G എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ കൂടെയും കേബിൾ വരുന്നുണ്ട്. പക്ഷേ ഇത് 1200 വാട്ട്സ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഹയർ എൻഡ് ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1200 വരെ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബിൽഡ് സത്യം പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് ബിൽഡാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി കസ്റ്റം ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 എലമെൻറ്റ്സ് കാണിച്ചു തരാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കസ്റ്റമൈസേഷൻ വേണ്ടി റോഷൻ എടുത്ത് തന്നിട്ടുണ്ട്. ഇത് ലിയാൻലിയുടെ സ്ട്രിമ്മർ കേബിൾ, സ്ട്രിമ്മർ പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് 24 പിന്നിൻ്റെ കേബിളാണ്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, 24 പിൻ എക്സ്റ്റൻഷൻ കേബിളാണ്. ഇതാണ് ഏറ്റവും ആ ഒരു PC-നെ കസ്റ്റം ചെയ്യാനായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ് ലിയാൻലി സ്ട്രിമ്മർ പ്ലസിൻ്റെ 12 പവർ ഹൈ പവർ വാട്ടിൻ്റെ കേബിൾ. അതായത് 4090 കാർഡ്സ് ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേബിൾ പ്രൊപ്പറേറ്ററി കേബിളാണ്. ഇതിൽ ARGB വരുന്നതാണ്. പണ്ട് വന്നുകൊണ്ടിരുന്നത് 8 പിന്നിൻ്റെ 2 ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് വെറുതെ ഒരു ഗിമിക്കിന് വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് യൂസബിളുമായിട്ട് ലുക്കിനും കിട്ടും. ലൈക്ക് ഡെഫിനറ്റ്ലി ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കേബിളും ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നിയർലി 4500 to 5000 അകത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ
വേണമെങ്കിലും ഗീക്ക് ബോസിൽ നിങ്ങൾക്ക് വരാം. അതാ ഇത് നമ്മുടെ നിവിൻ, നമ്മുടെ ക്യാമറാമാൻ, വീഡിയോ മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഈ ഒരു വീഡിയോയിൽ ഇടയ്ക്ക് എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു സ്ക്രീൻഷോട്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിൽ കൂടെ പാസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. ആ ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക. ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ വിന്നറിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 17ാമത്തെ ആൾക്കാണ്. 17ാമത്തെ ആൾ കറക്റ്റായിട്ട് ആൻസർ സ്ക്രീൻഷോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അയാൾക്കായിരിക്കും ഇപ്രാവശ്യത്തെ ഗിവ് അവേ കിട്ടുക കേട്ടോ. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദ ഗിവ് അവേ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. കാരണം അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിൻ്റെ ബെഞ്ച് മാർക്ക് കുറേ പേര് നമ്മുടെ കമൻസ് ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ബെഞ്ച് മാർക്സും ഗെയിം പ്ലേ ടെസ്റ്റിംഗ് നമ്മൾ നടത്താറില്ല. കാരണം ഹയർ എൻഡ് ബിൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബെഞ്ച് മാർക്ക് ഇട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് 7950X3D. അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിലും ഏറ്റവും ടോപ്പാണ് NVIDIAയുടെ 4090. ഈ രണ്ട് കോമ്പണൻറ്റ് ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങൾ ബെഞ്ച് മാർക്ക് നോക്കി ഇവാലുവേറ്റ് ചെയ്യാതിരിക്കാനും ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം റീസണബിൾ അല്ല. നമ്മൾ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടുത്ത ലെവലിലോട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിന് മുകളിൽ കമ്പയർ ചെയ്യാനായിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ബെഞ്ച് മാർക്ക്, എന്നിരുന്നാലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ബെഞ്ച് മാർക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഗെയിം പ്ലേ ടെസ്റ്റിങ്ങും പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻ കേസ് അത് വേണമെന്നുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ബിൽഡൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലെ നിങ്ങൾക്ക് കൺസൾട്ടേഷനൊക്കെ ഇവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ട്രിവാൻഡ്രം ബ്രാഞ്ചാണ് കേട്ടോ. എറണാകുളത്ത് നമ്മൾ പോകുമ്പോൾ എറണാകുളത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഈ പലർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ ഇൻ കേസ് ഇതുപോലത്തെ PC ബിൽഡൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ഷെയർ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും ദിസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.